ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഇതിന് മുന്നേ ഒരു വ്ളോഗ് വരാനുണ്ട്. ആ വ്ളോഗ് വന്നാൽ ഈ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാത്തുള്ളൂ. നമ്മളൊരു ഗ്രാജുവേഷൻ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ ബികോമിൻ്റെ. അപ്പോൾ നമ്മൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ചെറിയ പോസ്റ്റൊക്കെ കിട്ടി. ആ വ്ളോഗ് വരും ഗൈസ്. ആ വ്ളോഗ് വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ വ്ളോഗ്. അപ്പോൾ വണ്ടിയായിട്ട് പിന്നെ പോവാണ്. വണ്ടിക്ക് ഒരു സെൻട്രൽ ലോക്കിൻ്റെ ഇഷ്യൂ ഇതുവരെ ശരിയായിട്ടില്ല, അതും റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ അടിച്ചിറ വരെ പോകണം, നമ്മുടെ കോട്ടയം കഴിഞ്ഞ സ്ഥലം. ഒരു കമ്പനിക്കാരൻ വരുന്നുണ്ട്, ഇവനെ നോക്കി നിൽക്കുമായിരുന്നു. വേറെ ആരെയും വിളിക്കുന്നില്ല, ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ പോയേക്കുക. അവിടെ ചെന്ന് ഈ സംഭവം റെഡിയാക്കാനുണ്ട്. റെഡിയാക്കിയിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഓക്കെ, ഇനി ക്യാമറ ഇവൻ്റെയിലോട്ട് കൊടുക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് വണ്ടി അടുത്ത് ശരിയാക്കുക. അത് വണ്ടി ഉണ്ട്, എൻ്റെ ഓറ് പോകുന്നുണ്ട്. അത് ഡ്രീം വണ്ടി കേട്ടോ. എനിക്ക് ഇതിൽ നിന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായെന്നു വെച്ചാൽ, എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്തത്തെ ബോർഡും നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചില്ലേ, ജസ്റ്റ് ഒന്ന് താഴെ പോയി കഴിഞ്ഞാൽ ബോർഡും ചിപ്പും എല്ലാം കൂടെ പോകും. ഇത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചിപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ കൈ കിട്ടി താഴെ കിടക്കുന്ന കണ്ടപ്പോൾ ആ ബോർഡും ബാറ്ററി എടുത്ത് ഞങ്ങൾ വെച്ച് അടച്ച്. പക്ഷെ അതിനകത്തൊരു ചിപ്പും കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇത് മെക്കാനിക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് അതിനകത്തൊരു ചിപ്പുണ്ട്. ഇപ്പോൾ ഗൈസ് എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി സ്റ്റൈലിഷ് ആയിട്ട് ഒരു കീ ഒക്കെ നമ്മൾ ഉണ്ടാക്കൂല കടയിൽ, ആഫ്റ്റർ മാർക്കറ്റായിട്ട്. അതൊക്കെ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എപ്പോഴും ഒറിജിനൽ കീ ആയിരിക്കും, കമ്പനി വരുന്ന താക്കോലായിരിക്കും നല്ലത്. അതിനായിരിക്കും ക്വാളിറ്റി കൂടുതലും, അത് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അത് താഴെ പോയാലൊന്നും പറ്റത്തില്ല. എൻ്റെ കമ്പനി വരുന്ന കീ, എൻ്റെ കമ്പനി എന്നിരിക്കുന്ന കീയുടെ ബോർഡ് എൻ്റെ കംപ്ലൈൻ്റ് ആയി പോയേക്കുവായി. അപ്പോൾ ഞാൻ സെക്കൻഡ് എടുത്ത വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ അന്നേരത്തെ ഓണർ ചെയ്ത പരിമിതിയാണ്. അതിൽ നിന്ന് ചിപ്പ് എടുത്ത്, ഒറിജിനൽ കീയിൽ നിന്ന് ചിപ്പ് എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീക്കകത്ത് വെച്ച് വേറൊരു കീ ഉണ്ടാക്കി. അപ്പോൾ നമുക്കിത് അറിയത്തില്ലായിരുന്നു. ഒരവസ്ഥ വെച്ചാൽ നമ്മുടെ കീ താഴെ പോയപ്പോൾ ഇത്രയും പ്രശ്നമാണ്. എത്ര രൂപ ഇപ്പോൾ തന്നെ പോകാനറിയാതെ 10,000 രൂപയ്ക്ക് അടുത്ത് ഇപ്പം തന്നെ ഒരു കീയുടെ പേരിൽ ആ കീ പോയാൽ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. ചിപ്പ് ഒന്നുമില്ല, വണ്ടി എടുക്കത്തേ ഇല്ല. അതാണ് കാര്യം. എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ ഉണ്ടാക്കുന്ന, സ്റ്റൈലിഷ് ആയിട്ട് കീ ഉണ്ടാക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക. സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈന്യൂട്ട് കാര്യം പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞതേ. ഈ വ്ളോഗ് വരുന്നതിന് മുന്നേ ആ വ്ളോഗ് വരും. ആ വ്ളോഗ് കണ്ടിട്ട് ഈ വ്ളോഗ് കണ്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഒരു കണ്ടിന്യൂഷൻ പോലെ ആയിരിക്കും ആ വ്ളോഗ്. ഇന്നലത്തെ വ്ളോഗിൻ്റെ ബാക്കിയായിട്ടായിരിക്കും ഇത്. കാറിൻ്റെ കേസും അതും ഇതുമല്ല അതിനകത്തും ഉണ്ട്. അപ്പോൾ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചു കൊടുത്താൽ ഇതാണ് നമ്മളെ കോട്ടയം നാമ്പളം. നമ്മൾ കോട്ടയംകാരാണ്. നമ്മുടെ നാമ്പട സ്റ്റേഡിയം ഈ കാണുന്നത്, വെർസറ്റൈൽ സ്റ്റേഡിയം. വെർസറ്റൈൽ നമുക്ക് വേണം എന്ത് വേണേലും കളിക്കാം. വള്ളംകളി വരെ നടത്തുന്നത് വേണം. ഒരു ഡാമും ആക്കണം. ഒരു ഡാമാണ് മഴക്കാലത്ത് നമ്മുടെ ഇത്. ഇതാണ് സ്റ്റേഡിയം. കണ്ടോ, ഇതേ നെഹ്റു സ്റ്റേഡിയം കോട്ടയത്തെ കാണിച്ചില്ല. ഇതാണ് നാമ്പടം എന്ന് പറയുന്നത്. ഈ കയറാൻ പോകുന്നത് നമ്മൾ നാമ്പടം പാലം. നമ്മളിപ്പം അടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് വണ്ടി ഇനി പ്രോഗ്രാം ചെയ്യാൻ പോകാം. നമ്മൾ വണ്ടിക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നലെ ആ കാര്യം വിട്ടുപോയി. ഇന്ന് പോയാൽ അത് ചെയ്യണം ഗൈസ്. ഇതാണ് ഈ സെൻസർ ഉള്ളതെന്ന് ഒറ്റ പോകണം. സാധനം പോയി കഴിഞ്ഞാൽ വണ്ടി ഉള്ളിൽ കാട്ടാവുന്നത്. എന്നിട്ട് കീ പോയ കീ പോയെന്ന് പറഞ്ഞാൽ കീ ഒടിഞ്ഞു പോയെന്നല്ല. ഇതാണ് ഗൈസ് നാമ്പടുത്ത ഓക്സിജൻ. നമ്മുടെ ഒരു കൂട്ടാനോടെ നിൽപ്പുണ്ട്. എന്തെങ്കിലും പ്രൊമോഷനൊക്കെ ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്നെ DM ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ കുറഞ്ഞ ചെലവിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ പ്രൊമോട്ട് ചെയ്യും. നിങ്ങളിപ്പോൾ കുറച്ച് പൈസ തന്നാൽ മതി. അല്ല അല്ലേ, അത് നല്ലൊരു പരിപാടി. ഇന്നലെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ്. അവന്റെ പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അബുസാക്ക് ഇത് കാണുന്നുണ്ടോ? നോട്ട് ഇറ്റ്. ഇതാണ് കാഴ്ച നമ്മുടെ പാലം, മേൽപ്പാലം. സത്യം പറഞ്ഞു ഒരു കാശിനും കൊള്ളത്തില്ലാത്ത പാലം അല്ലേടാ, അല്ലേ? ഇത് കൊണ്ടുപോകും ഒരു കാശിനും കൊള്ളത്തില്ലാത്ത പാലം കാഴ്ച. അതുപോലെ നമ്മുടെ വീടിനടുത്തുള്ള മൂലയാളം പാലം എത്ര കാലമായെന്നറിയാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങി. ഒരു കാര്യമില്ല. അവരൊക്കെ എന്നാണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഡെയിലി ഏരിയയിലെ വണ്ടിയിട്ട് പോകുന്നേ, അപ്പൊ നമുക്കറിയാം ബുദ്ധിമുട്ട് തന്നെയാണ്. ഗായ്സ്, നമ്മളത് മെക്കാനിക്കിനടുത്ത് എത്താറായിട്ടുണ്ട്. ഈ വളവങ്ങളെ കഴിഞ്ഞ് അവരുടെ അടുത്ത് എത്തും. ഇവിടെ സ്പോട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ വരാം ഗൈസ്. എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെക്കാനിക്കിന്റെ സ്ഥലം. ഇതാണ് അവരുടെ ഷോപ്പ്. ഇനി ഇവിടെ പോയിട്ട് വേണം ഇതിന്റെ സെൻട്രൽ ലോക്ക് ശരിയാക്കണം. അത് പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്തതാണ് പരിപാടി. അവരിവിടെ വരാനാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു തേങ്ങ അറിയത്തില്ല ഇവിടെ ഉള്ളവർക്ക്. ഇവിടെ നിന്ന് വേറെ പുറത്തുനിന്ന് ഒരു പുള്ളി വരും പ്രോഗ്രാം ചെയ്യും. ഇന്നലെ വന്ന ആ പുള്ളിയാണ് 15 മിനിറ്റും കൊണ്ട് ഇത് റെഡിയാക്കി തന്നെ.
ഇവിടെ നിൽക്കുന്നവന്മാർക്ക് ഒരു കോപ്പും അറിയത്തില്ല വണ്ടിക്കകത്ത് ചെയ്യുക. അമ്മാരുടെ ഇരിക്കുന്ന ടാബോ അവരുടെ സിസ്റ്റം ഒന്നും ഇത് സപ്പോർട്ട് ആകത്തില്ല അവർ പറയുന്നത്. എന്നിട്ട് അവരിരുന്ന് പറ്റിക്കൊണ്ടിരിക്കുക ചുമ്മാ. പുള്ളിക്ക് വലിയ എമൗണ്ട് ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ അവർ പറ്റിക്കുമായിരുന്നു. പിന്നെ വേറെ വഴിയില്ല നമുക്ക് ചെയ്യാൻ. വണ്ടി മാറ്റി. ഓക്കെ ഗൈസ്, ഞാൻ വരുന്നത്. ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി കിടക്കുന്നുണ്ട്. ഏതാ ലുക്കല്ലേ, ആ എടുപ്പുണ്ട് ഗൈസ്, പക്ക ലുക്ക് അല്ല സുധിയെ. വണ്ടി കിടക്കുന്നതാണ് ഏതാ ലുക്കല്ലേ. കേക്ക് നോക്ക് ഗൈസ്. ഒരാണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. നമ്മളെ വണ്ടിയാണ് എടുത്തുകൊണ്ട് പോവാ. ആട്ടാന്നൊന്നും അവർ പറഞ്ഞില്ല. അത് ഇങ്ങോട്ട് തന്നെ ആണോന്ന് അറിയത്തില്ല. വണ്ടി എടുക്കുന്നുണ്ട് ഗൈസ്. എങ്ങോട്ടോ കൊണ്ടുപോവാണ്. സെൻട്രൽ ലോക്കിൻ്റെ ഒറ്റ വിഷയമുള്ളൂ. അങ്ങോട്ട് ഒന്ന് റെഡിയാക്കി കിട്ടിയാൽ മതി. എന്താവോ എന്തോ നമുക്ക് നോക്കാം. റെഡിയാകും. ഒത്തിരി പൈസ ഇപ്പം തന്നെ 3000 രൂപയ്ക്ക് അടുത്ത് പൈസ ആയിട്ടുണ്ട് ഗൈസ്. ഒരു ഗ്രാജുവേഷൻ്റെ പോക്കോ ഏതാണ്ട് പോകുന്നുണ്ട്. ഏതേ മന്ദം പോകുന്നുണ്ട് മീൻസ്. ഏതാ ലുക്ക് പോകുന്നുണ്ട്. 37 നമ്മുടെ വണ്ടി അവിടെ വെച്ച് കണ്ടാലും ഒന്നും ചെയ്യണ്ട നമ്മുടെ വണ്ടി അല്ല സുധി. റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വണ്ടിയായിട്ട് പോയിട്ടുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക. ഇതാണോ അവരുടെ ഓഫീസ്. എന്താവോ എന്തോ റെഡിയാകും. ഇനി എത്ര സമയം കൂടെ ഒരു ചോദിക്കും നമുക്ക് കണ്ടറിയാം. വണ്ടി വരുന്ന ഇപ്പം 4 മണിയായി ഗൈസ്. അവർ വരണം. ഇനി വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും. വർഷമൊക്കെ ട്രെയിനിങ് സർവീസ് ടയർ എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ. പക്ഷെ അവന്മാർ ഇത്ര വണ്ടി ഇടാതെ അവർ വേറെ എങ്ങോട്ടാ വണ്ടി കൊണ്ടുപോയി. നമ്മളെ പിടിച്ച് ഇരിച്ചിട്ടുണ്ട്. വണ്ടിയായിട്ട് പോയിട്ടു. എന്താവും നമ്മൾ വെയിറ്റിങ്ങിലാണ്. 4 മണിയായി. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണെന്ന് പറയുന്നത്. ഇത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനകത്ത്? എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? നമ്മുടെ തംബ്ലൈനൊക്കെ ഇവനാണ് ചെയ്യുന്നത്. എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ പറഞ്ഞാൽ മതി. നമ്മളെന്നെ ചെയ്യുന്നോണ്ടിരിക്കുക. നമ്മളതിന് വെയിറ്റ് ചെയ്യുക. നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നല്ലായിരുന്നു. ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് തേടി വന്നേ ഒരു ബജ്ജിക്കട കിട്ടിയിട്ടുണ്ട്. ഈ റോഡ് സൈഡിൽ തന്നെയാണ്. ബജ്ജി വല്ലതും കഴിക്കട്ടെ ഗൈസ്. എന്നിട്ട് കാണാം. ഓക്കെ, വണ്ടി വരെ ഒത്തിരി ടൈം എടുക്കും. പിന്നെ അതുവരെ പോസ്റ്റാണ്. മഞ്ഞയിലൊക്കെ ചെറുതായിട്ട് കടിയൊക്കെ കഴിക്കും. ഓക്കെ, കരിപ്പോടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അവിടെ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്, ഗുഡ്സിൻ്റെ ട്രെയിൻ. കൽക്കരിയൊക്കെ ഉണ്ട് ഗൈസ് അതിനകത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വ്ളോഗിനകത്തൂടെ കാണാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു വ്ളോഗിനകത്തൂടെ കാണാൻ പറ്റും. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ബ്രോ? കൊള്ളാവോ അതോ? നല്ലതാണ് ഗൈസ്, നല്ലതാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓക്കെ, കഴിച്ച് കൊള്ളായിരുന്നു ബജ്ജി. ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇഷ്ടംപോലെ ആളായിരുന്നു. കൊള്ളാം ഗൈസ്, നല്ലതായിരുന്നു. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ബജ്ജിക്കട ഉണ്ട്. ഒരു തമിഴ് പ്രോ നടത്തുന്ന ഒരു ബജ്ജിക്കട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതിന് എടുത്താളാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു തമിഴ് പ്രോയുടെ ബജ്ജിക്കട. നല്ല പ്രോ അത് ഇതിലും പറ്റില്ല. ആ ബജ്ജിയെ കോമ്പോയിച്ച് ആരും ഇല്ല അല്ലേ? അതാണ് ബജ്ജിക്കട. ഇനിയിപ്പോൾ നമ്മൾ വന്നപ്പോൾ വലിയ ആളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല ആളായിട്ടുണ്ട് ഗൈസ് ഈ ബജ്ജിക്കട. നമ്മൾ എന്നാലും ഇനി വർക്ക്ഷോപ്പിലോട്ട് പോവാം. വണ്ടി വന്ന് കാണുമോ എന്തോ. നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബജ്ജി കഴിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ 8 ബജ്ജി തിന്നു ഗൈസ്. നമ്മൾ ബജ്ജിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തിന്നോണ്ടേ ഇരിക്കും. അങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ ബജ്ജിയാണ് ഗൈസ്. ബജ്ജി അല്ല, ഭയങ്കര ബജ്ജിയാണ്. ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. നമ്മളിങ്ങനെ മന്ദം അങ്ങോട്ട് നടക്കുവാണ്. അവിടെ നമ്മുടെ അപ്പുറം കണ്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഒരു ജ്യൂസ് കുടിച്ചാലോ എന്നുണ്ട് ഗൈസ്. നല്ല ദാഹം. ജ്യൂസ് കുടിച്ചാലോ. ചായ നിങ്ങൾ കുടിച്ചില്ലേ? ചായയൊക്കെ ചുമ്മാ മടുപ്പാണ്. ചായ നമ്മൾ കുടിക്കുക. നാരങ്ങകളോ എന്തെങ്കിലും തണുത്തായിട്ട് കഴിക്കുന്നത് നല്ല രസം. അത് ഞങ്ങൾ നല്ല ചൂട് ബജ്ജി മേടിച്ച് കഴിക്കുക അല്ലടാ. ഇത് ചെയ്യാനാ ഗൈസ്. നടക്കുവാണ്. ഇങ്ങനെ നടന്ന് അവിടം വരെ പോകാം. ഇനി എന്നെല്ലാം ഉണ്ടായി കാണിക്കാം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത കട വന്നേക്കുവാണ്. നമ്മളൊന്ന് ചാർജ് ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മൾ ഈ കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ച് ജ്യൂസ് സിപ്പ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഗ്രേപ്പ് ജ്യൂസാണ് പാക്ഡ് ആയിട്ട് വരുന്നത്. ജ്യൂസ് സിപ്പ് നല്ലതായിട്ട് ഷേക്ക് ചെയ്തിട്ട് കുടിക്കാനാണ് ചേട്ടൻ പറഞ്ഞത്. നല്ല പൊളി ഐറ്റമാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. ഇത് ഗ്രേപ്പ് ജ്യൂസാണ് ഗൈസ്. ഇതിനകത്ത് ഫസ്റ്റ് സിപ്പ് ചെയ്യുകയാണ്. കൊള്ളാം ഗൈസ്. ഇതിനകത്ത് ഗ്രേപ്പ് അതുപോലെ കണ്ടിച്ചിട്ടിട്ടുമുണ്ട്. ഗ്രേപ്പ് ഇങ്ങനെ വെള്ളത്തിൽ കിടന്നില്ലേ, കുതിർത്ത് ഗ്രേപ്പും ഉണ്ട്. ഗ്രേപ്പ് നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട് ഗൈസ്.
ഗ്രേപ്പിന്റെ ബൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സുതി കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ ഗൈസ്? ഈ സാധനം കൊള്ളാം. ചേട്ടൻ പൊളി എന്ന് പറഞ്ഞ സാധനം പൊളി. അതെ കടയിലെ ചേട്ടനാ പറഞ്ഞത്. ആ സാധനം കൊള്ളായിരുന്നു. കൊള്ളാം ഗൈസ്. ഇനി നമ്മൾ എന്തെങ്കിലും ഉണ്ടാ കാണിക്കാം ഗൈസ്. കൊള്ളാമല്ലേ സുധി? കൊള്ളാം. എല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റം. 20 rupees only. ജ്യൂസ് വെൽ ട്രൈ ഗൈസ്. ഡു ട്രൈ ഗൈസ്. നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമോ? ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമോ? ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ജ്യൂസ് സിപ്പ് എല്ലാവരും മേടിച്ചു പോയി. ഗ്രേപ്പ് ജ്യൂസ് നല്ലതാണ് ഗൈസ്. നല്ല റിഫ്രഷ്മെന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും വർക്ക്ഷോപ്പിൽ തന്നെ വന്നേക്കാണ്. നമ്മുടെ വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്. എന്തായാലും അകത്ത് പോയി നോക്കിയിട്ട് പറയാം. ഗൈസ് റെഡിയായി കാണൂ. ഇത്ര വഴി ഇന്ന് റെഡിയായി കാണും. നോക്കാം എന്നാ അവസ്ഥയെ നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, സെൻട്രലോക്കെല്ലാം ശരിയായിട്ടുണ്ട്. വണ്ടിക്ക് എയർ കുറവാണ് ബാക്കിലെ ടയറിന്. അതൊന്ന് നിറയ്ക്കാൻ കൊടുത്തേക്കുക. ഇപ്പോൾ എയർ നിറച്ചുകൊണ്ടിരിക്കുക. കാറ്റൊട്ടുമില്ല. പിടിച്ചിട്ടുണ്ട്. ഇനി വണ്ടിയായിട്ട് പോവാണ് നമ്മൾ. ഇത്ര ഉള്ളതെന്ന് പരിപാടി. സെൻട്രൽ ലോക്കെല്ലാം ചെയ്ത് സെറ്റായി. ഒന്നുമില്ല, എയർ നിറച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ ഞാൻ അറിയിക്കാൻ കഴിയും. അങ്ങനെ കഴിച്ച് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു താക്കോൽ താഴെ പോയതാ ഗൈസ്. എൻ്റെ 3200 രൂപയാണ് പോയത്. അപ്പം ഇങ്ങനത്തെ താക്കോലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ വള്ളിയൊന്നും പോയി പിടിച്ചു വെക്കല്ലേ. ഒരു ഗ്രാജുവേഷന് പോയ പോക്കാ ഗൈസ്. ഇപ്പോൾ ഇത്ര ആയി. കുഴപ്പമില്ല ഗൈസ്. വണ്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്നാ പ്രോബ്ലം ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കും. അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ താക്കോലൊക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഒറിജിനൽ കീ ആയിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം വണ്ടിക്ക് നമുക്ക് കുറച്ച് ഡീസലും കൂടെ അടിച്ചിട്ട് വീട്ടിലോട്ട് ഇവിടെ ഒരു കൂട്ടാനുണ്ട്. കൂട്ടാനെ വിളിച്ചാൽ അവൻ എടുക്കുന്നില്ല. വണ്ടിയുടെ 2 വീഡിയോ എടുക്കാനായി. അവരും കൂടെ ഉണ്ടോ വണ്ടി 2 റീൽ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് തെറിക്കാം. അപ്പോൾ ഗൈസ് എന്തെങ്കിലും ഉണ്ടോ ഞാൻ കാണിക്കാം. ഓക്കെ, ഈ അടുത്ത് തന്നെ നമ്മൾ പിന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രാജുവേഷൻ നടന്ന കണ്ട് ഇവിടെ ആയിരുന്നു, കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. ആ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും. ആ വ്ളോഗ് കണ്ടിട്ട് ഈ വ്ളോഗ് നിങ്ങൾ കാണാവും. ഇപ്പോൾ ഒരു കൂട്ടുകാരൻ വരും. അവൻ വണ്ടിയുടെ 2 റീൽ എടുത്ത് തരാൻ വരുന്നത്. അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ തന്നെ ഇട്ട് റീൽ എടുക്കാനാണ്. ഇന്നലെ ഇവിടെ 2 റീൽ എടുക്കാൻ നിൽക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ആയിരുന്നു. ഒന്നും നടന്നില്ല. വണ്ടിയുടെ താക്കോല് പണി നിന്ന്. ഇപ്പോൾ എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മളിവിടെ ഒന്ന് ഒരുത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. വണ്ടി 2 റീൽ എടുക്കണം. ഇതിനകത്തിട്ട് എടുക്കാം. ഇതിനകത്ത് നല്ല നൈസോ. ഇതിനകത്തിട്ട് 2 റീൽ എടുത്തിട്ട് വരാം ഗൈസ്. കാണിക്കാം. ഓക്കെ, നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചാനൽ കേട്ടോ. ഗ്രാഫർ എത്തിയിട്ടുണ്ട്. നടന്നു വരുന്നതാണ് നമ്മളെ വീഡിയോഗ്രാഫർ. ചെയ്യാതെ ഒരു വിജയം പയ്യനാണ് ഗൈസ്. അവൻ്റെ വീഡിയോ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടോണത് വിജയമായിരിക്കും. അല്ല സുതിയെ, ഇതാണ് ഗൈസ് നമ്മളെ വീഡിയോഗ്രാഫർ. വീഡിയോ എടുക്കുന്നില്ലേ? ആണോ വീഡിയോ എടുക്കുന്നത്? നമ്മുടെ ചെറുക്കം വന്നത് അത് മതി. ക്രോസോ അവൻ പറയുന്നത് നമ്മൾ ചെയ്യാം. എടുത്ത് തീരാനായിട്ടുണ്ട്. അവൻ നൈസായിട്ട് എടുക്കുന്നുണ്ട് വീഡിയോ ഒക്കെ. എങ്ങനെ വരുമെന്ന് കണ്ടറിയാം. അവനാണ് വീഡിയോ എടുത്തത്. എൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ നടക്കത്തുള്ളൂ. എൻ്റെ വീഡിയോ എടുക്കാൻ അവന് ഷോട്ടൊന്നും നോക്കിയിട്ട് ശരിയാകുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ? നല്ല മഴയും ഉണ്ട് ഗൈസ്. നല്ല രീതിയിൽ മഴയുണ്ട്. അവനാണ്ടോ അവിടെ ഉണ്ട്. ഇവനാണ് വീഡിയോഗ്രാഫർ. അവന് 2 ഫോട്ടോ എടുത്ത് കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. പരിപാടി കഴിഞ്ഞ് ഇത്ര നേരം ഓരോരോ ഷോട്ട് ഇങ്ങനെ വെച്ച് അങ്ങനെ എടുക്കും. വണ്ടി കറക്കുന്നത്, തിരിക്കുന്നത്, ഇടുന്നത്, അങ്ങനെ ഇങ്ങനെ എങ്ങനെയാവുന്ന വീഡിയോ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ പറയാം. അതുവരെ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. വീഡിയോ ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി പറയാം. ഇവനാണ് വീഡിയോഗ്രാഫർ. നോക്കി വെച്ചോ ഗൈസ്. നമ്മൾ വിളിച്ചപ്പോഴേ മഴയത്തൊക്കെ ഓടി വന്ന്. അവന് 2 പിക്ക് എടുത്ത് കൊടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, ബൈ. കഴിഞ്ഞ് ക്യാമറമാൻ പോവാണ്. നമ്മളും തെറിക്കുക നൈസർ. നമ്മളെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെടാ, ബൈ. ഇവൻ എന്തൊക്കെ അപവാദം പറയുന്നു ഗൈസ്. ഞാൻ വണ്ടി പിടിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയൊക്കെ ഉണ്ട്. മഴയൊക്കെ അടിച്ച് നൈസായിട്ട് അങ്ങ് പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി എന്നാന്ന് വെച്ചാൽ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ വീട്ടിൽ പോകുന്ന വഴിയാണ്. നമ്മുടെ എത്താറാവുന്നേ ഉള്ളൂ. മൊത്തം ബ്ലോക്ക് ഒന്ന് കാണിച്ചു കൊടുത്താടാ. മഴയും ബ്ലോക്കും. ഞാൻ പറഞ്ഞ പാലമില്ല, ആ പാലത്തിന് അവിടെ നിന്നാണ് തോന്നുന്നു ബ്ലോക്ക്. നല്ല മഴയാണ് ഗൈസ്. മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയി. ഏതാ ആ വണ്ടി ഓടിക്കുന്നവർക്ക് പറഞ്ഞത് മനസ്സിലാവും. ഈസാണ്. ഇതേ നോക്കിയേ, ബ്ലോക്കാണ്. ഈ സൈഡ് അങ്ങോട്ട് നല്ല ബ്ലോക്കാന്ന് തോന്നുന്നു. അതിവിടെ ഈ ടേണിങ് ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. നല്ല മഴയാണ് ഗൈസ്. ഈ മഴയത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോകാൻ നല്ല രസം. അത് അറിയാതിരിക്കും എല്ലാവർക്കും. നമ്മുടെ ഈ വ്ളോഗ് എല്ലാവരും കാണാം കേട്ടോ. എന്തിനേ ഇത്ര നേരം സഹിച്ചിരുന്ന് കണ്ടില്ലേടെ? ഒന്നുമില്ല ഗൈസ്, ചുമ്മാ ഇങ്ങനെ പണിയൊന്നുമില്ല. നല്ല മഴയാണ് ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? കോട്ടയത്ത് നല്ല മഴയാണ്.
കാണിച്ചു കൊടുക്കും, മഴ കാണിച്ചു കൊടുക്കണം. നല്ല മഴയാണ് ഗൈസ്. ആ സൈഡിലോട്ട് അങ്ങോട്ട് പോകുന്നതെല്ലാം ബ്ലോക്കാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. ഈ ബ്ലോക്ക് അതൊക്കെ നിയന്ത്രിക്കാൻ ആരില്ല. ഏത് ജില്ലയിൽ ചെന്നാലും ഇങ്ങനെ. അപ്പൊ നമ്മൾ ഈ കോട്ടയത്താണ് എനിക്ക് തോന്നുന്നത് പൊതുവെ ബ്ലോക്ക് കുറവ്. ലുമാളൊക്കെ വന്നു കഴിഞ്ഞ സാധനം ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓഫർ ഡേയ്സിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും. ഇതുണ്ടോ ഇതുണ്ടോ ഒരുത്തം കയറ്റിക്കൊണ്ട് വരുന്നോ. പിന്നെ എന്നാ ഗൈസ് പറയണ്ടേ, ആ കയറ്റിക്കൊണ്ട് വന്ന് നീ കാണിച്ചാൽ ആ സൈഡ് ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. നമ്മൾ ഇങ്ങനെ പോവാണ്, നമുക്ക് എന്ത് ബ്ലോക്ക്. നല്ല മഴയാണ് ഗൈസ്. പിന്നെ ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്യണം ഗൈസ്. എന്തായാലും ഉണ്ടേ ഇറക്കി കാണിക്കാം. ഫോണാണ്, ചാർജും ഇല്ല, അപ്പോൾ ഓഫായി പോവും. ഈ ബാക്കി എന്നാലും വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്നാന്ന് വെച്ചാൽ ബാക്കി ഞാൻ കാണിക്കാം ഗൈസ്. ഓക്കെ, ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയായിട്ട് വന്നതാണ് ഗൈസ്. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഔട്ടർ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് വേറെ കുറച്ച് പരിപാടിയായിട്ട് ഞാൻ അങ്ങനെ പോയി ഗൈസ്. പിന്നെ ഔട്ടർ ഒന്നും എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങ് വിട്ടുപോയ കാര്യം. പിന്നെ പിറ്റേ ദിവസമായി ആ വ്ളോഗിൻ്റെ ഔട്ടർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു വ്ളോഗ് എടുക്കുന്നത്. വേറെ ഒന്നുമില്ല ഗൈസ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ പിന്നെ വ്ളോഗിനകത്ത് തന്നെ പിന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വേറെ കുറച്ച് പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എടുത്തേക്കാന്ന് വെച്ചു ഗൈസ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്യുക, സബ്സ്ക്രൈബോ ലൈക്കോ എന്തെങ്കിലും ചെയ്തു. ഓക്കെ ഗൈസ്, നമ്മളിപ്പം കോട്ടയം വരെ പോയതാണ്. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലമാണ്, കോട്ടയമാണ് ഇവിടെ. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക് വണ്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ.